നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. വട്ടിയൂർക്കാവിൽ ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജ്യോതിഷപരമായിട്ട് ആര് വിജയിക്കുമെന്നുള്ളതാണ് ഇതിൽ പരിശോധിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് 3 സ്ഥാനാർത്ഥികൾക്കും സാധ്യതയുണ്ട്. ഏതാണ്ട് തുല്യ സാധ്യത തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട്. ഓക്കെ, അത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അതിൻ്റെ റിസൾട്ട് അറിയാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. എങ്കിലും ഇവിടെ ജ്യോതിഷപരമായിട്ട് ആർക്കാണ് സാധ്യത? ഓക്കെ, VK പ്രശാന്ത്, ശ്രീലേഖ, K മുരളീധരൻ സ്ഥാനാർത്ഥികളെല്ലാം നമുക്ക് സുപരിചിതരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതാണ്ട് 7 ഫാക്ടേഴ്സാണ് ഓരോരുത്തരുടെയും ജാതകം അനുസരിച്ച്, ഗ്രഹനില അനുസരിച്ച് നമുക്ക് വിലയിരുത്തേണ്ടത്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഉന്നതിയിലെത്തണമെങ്കിൽ ചൊവ്വ, ശനി ഈ 2 ഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടും ശക്തമാകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചൊവ്വയുടെ ബലം ഓരോരുത്തരുടെയും ജാതകത്തിൽ, ഗ്രഹനിലയിൽ ശക്തമാണോ അല്ലയോ എന്ന് നോക്കാം. ശ്രീ VK പ്രശാന്തിൻ്റെ ഗ്രഹനിലയിൽ ചൊവ്വ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്, ശക്തമല്ല, ചൊവ്വാദോഷമുണ്ട്. അപ്പോൾ അത് ചൊവ്വ ദുർബലമാണ്. അവിടെ നമ്മൾ 0 മാർക്കാണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. ശ്രീമതി ശ്രീലേഖ 7ാം ഭാവത്തിൽ ചൊവ്വയുണ്ട്, ദുർബലമാണ്. അപ്പോൾ ശ്രീമതി ശ്രീലേഖയ്ക്ക് 0 മാർക്കാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ കിട്ടുന്നത്. ശ്രീ K മുരളീധരൻ ചൊവ്വ ശക്തമൊന്നും അല്ലെങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു, വലിയ ദോഷമില്ല. അപ്പോൾ അദ്ദേഹത്തിന് മാത്രം ഞങ്ങളൊരു +1 മാർക്ക് കൊടുക്കുന്നു. പിന്നെ ശനി നോക്കാം. ശ്രീ VK പ്രശാന്തിന് 6ാം ഭാവത്തിൽ ശനി ശക്തമായിട്ട് നിൽക്കുകയാണ്. ശ്രീ VK പ്രശാന്തിന് +1 മാർക്ക് കൊടുക്കുന്നു. ശ്രീമതി ശ്രീലേഖയുടെ ശനി നിൽക്കുന്നത് മോശം സ്ഥാനത്താണ്. അപ്പോൾ ശ്രീമതി ശ്രീലേഖയ്ക്ക് ശനിയുടെ പേരിൽ നമുക്കൊരു 0 മാർക്കേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ശ്രീ K മുരളീധരൻ 7ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്, ദുർബലമാണ്. അപ്പോൾ അദ്ദേഹത്തിനും 0 മാർക്ക് കൊടുക്കുന്നു. പിന്നെ ലഗ്നാധിപനായ ഗ്രഹം ശക്തമാണോ അല്ലയോ എന്ന് നോക്കാം. ശ്രീ VK പ്രശാന്തിന് ലഗ്നാധിപൻ ദുർബലമാണ്, അപ്പോൾ 0 മാർക്ക്. ശ്രീമതി ശ്രീലേഖയുടെ ലഗ്നാധിപൻ ശക്തമാണ്, സ്വക്ഷേത്രമാണ്. അപ്പോൾ പക്ഷേ അത് ഹംസയോഗത്തോടുകൂടി വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ 1ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അത്ര ശക്തിയില്ല. അതുകൊണ്ട് ശ്രീമതി ശ്രീലേഖയ്ക്ക് +1 കൊടുക്കുന്നു. ശ്രീ മുരളീധരൻ്റെ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അത് സ്വക്ഷേത്ര ബലവാനായിട്ട് മാളവീയ യോഗത്തോടുകൂടി ശുക്രൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, ഇടവൻ രാശിയിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് +2 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 സ്റ്റെപ്പിൽ ഓരോരുത്തരുടെയും ടോട്ടൽ മാർക്ക് പോയിൻ്റ് നോക്കാം. ശ്രീ VK പ്രശാന്തിന് +1, ശ്രീമതി ശ്രീലേഖയ്ക്ക് +1, ശ്രീ മുരളീധരന് +3. ആദ്യത്തെ 3 റൗണ്ട് കഴിയുമ്പോൾ ശ്രീ മുരളീധരൻ 3 പോയിൻറ്റുമായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇനി ബലം നോക്കാം. ശ്രീ VK പ്രശാന്തിൻ്റെ ഗ്രഹനിലയിൽ ശുക്രൻ, ചന്ദ്രൻ, ശനി ഇവ അനുകൂലമാണ്. എന്നാൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് സൂര്യനും ബുധനും ചൊവ്വയും വ്യാഴവും നിൽക്കുന്നു. 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലവും
അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 3 ഗ്രഹങ്ങളും. അപ്പോൾ അദ്ദേഹത്തിന് -1 മാർക്ക് കൊടുക്കുന്നു. നേരത്തെ കിട്ടിയ 1 മാർക്ക് അതും കൂടെ പോയി. ഓക്കെ. ശ്രീമതി ശ്രീലേഖയുടെ ഗ്രഹനില നോക്കുമ്പോൾ വ്യാഴം, ശുക്രൻ, ശിഖി, സർപ്പം ഇവ അനുകൂലമാണ് ഡയറക്റ്റായിട്ട്. പക്ഷേ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് 4 ഗ്രഹങ്ങളുണ്ട്. സൂര്യൻ, ബുധൻ, ശനി, ചൊവ്വ. അപ്പോൾ അവിടെ 0 മാർക്ക്. ഓക്കെ. 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും ഡയറക്റ്റായിട്ട് പ്രതികൂലം 4 ഗ്രഹങ്ങൾ. അപ്പോൾ ശ്രീമതി ശ്രീലേഖയ്ക്ക് 0 മാർക്ക് ആ സ്റ്റെപ്പിൽ, ഗ്രഹബലത്തിൻ്റെ കാര്യത്തിൽ. ശ്രീ കെ മുരളീധരൻ, അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ശുക്രൻ, സർപ്പം, ചന്ദ്രൻ, സൂര്യൻ, ശിഖി ഇവ നിൽക്കുന്നു അനുകൂലമായിട്ട്. പ്രതികൂലമായിട്ട് ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ, ശനി. അപ്പോൾ അദ്ദേഹത്തിന് +4 കൊടുക്കുന്നു, +4. ഓക്കെ. ഇനി നമുക്ക് യോഗങ്ങളുടെ ഒരു നോക്കാം. ശക്തമായ യോഗങ്ങൾ മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ, ചെറിയ യോഗങ്ങളൊക്കെ അവഗണിക്കുന്നു. ഓക്കെ. 3 പേർക്കും 2 പ്രധാനപ്പെട്ട യോഗങ്ങൾ, അതിശക്തമായിട്ടുള്ള യോഗങ്ങളുണ്ട് 3 പേർക്കും. ശ്രീ വി കെ പ്രസാദിന് മാളവീയ യോഗം, ഗജകസരി യോഗം. ശ്രീമതി ശ്രീലേഖയ്ക്ക് ഹംസയോഗം, ഗജകസരി യോഗം. ശ്രീ മുരളീധരന് മാളവീയ യോഗം, ഗജകസരി യോഗം. 3 പേർക്കും +2 മാർക്ക് കൊടുക്കുന്നു. ഓക്കെ. ഇനി ദശാപഹാരം നോക്കാം. 12ാം ഭാവത്തിൽ നീചരാശിയിലാണ് ശ്രീ വി കെ പ്രശാന്തിൻ്റെ ബുധൻ നിൽക്കുന്നത്. ആ നീചനായ ബുധൻ്റെ മഹാദശയാണ് ഇപ്പോൾ നടക്കുന്നത്. എങ്കിലും ബുധനൊരു ശുഭഗ്രഹമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ചെയ്യില്ല. പിന്നെ ഉള്ള ഒരു വലിയ നേട്ടമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യാഴം, അതായത് അപഹാരം, വ്യാഴത്തിൻ്റെ അപഹാരമാണ്. അതായത് ബുധമഹാദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം. ബുധനിൽ നിന്ന് 7ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്, അനുകൂലമാണ്. പക്ഷേ ഗ്രഹനിലയിൽ 6ാം ഭാവത്തിലാണ് വ്യാഴം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരു +1 മാർക്ക് കൊടുക്കുന്നു. ഓക്കെ. ശ്രീമതി ശ്രീലേഖയുടെ മഹാദശ എന്ന് പറയുന്നത് ചന്ദ്ര മഹാദശയാണ്. 4ാം ഭാവത്തിൽ, കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ അനുകൂലമായിട്ടുള്ള മഹാദശയാണ്. അതിൽ തന്നെ ചന്ദ്രനിൽ നിന്ന് 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ അപഹാരമാണ്. ശനി ദുർബലമാണ് ഗ്രഹനിലയിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു +1 മാർക്ക് കൊടുക്കുന്നു ശ്രീമതി ശ്രീലേഖയ്ക്ക്. ശ്രീ കെ മുരളീധരൻ ഉച്ചത്തിൽ നിൽക്കുന്ന മേടം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ മഹാദശയാണിപ്പോൾ. പക്ഷേ സൂര്യൻ 12ാം ഭാവത്തിലാണ്. ഓക്കെ. സൂര്യമഹാദശയിൽ തന്നെ സൂര്യനിൽ നിന്ന് 8ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ അപഹാരമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ആ സ്റ്റെപ്പിൽ 0 മാർക്ക് കൊടുക്കുന്നു. ഓക്കെ. ഇനി രാശിഫലം, അതായത് ഏപ്രിൽ 9ാം തീയതി ഇവരുടെ 3 പേരുടെയും രാശിഫലം നോക്കാം. ഓക്കെ. രാശിഫലത്തിൽ ശ്രീ വി കെ പ്രശാന്ത്, വി കെ പ്രശാന്തിന് അദ്ദേഹം മിഥുന രാശിയാണ്, മേടലഗ്നവും. ഓക്കെ. അപ്പോൾ രാശിഫലത്തിൽ ഈ ലഗ്നഫലവും നോക്കുന്നു, രാശിഫലവും നോക്കുന്നു. അതിൽ ശ്രീ വി കെ പ്രശാന്തിന് മേടലഗ്നമായതുകൊണ്ട് ശുക്രൻ, ശിഖി, സർപ്പം, ബുധൻ അനുകൂലമാണ് അന്നത്തെ ദിവസം. പക്ഷേ പ്രതികൂലമായിട്ട്
ശനി, സൂര്യൻ, ചൊവ്വ നിൽക്കുന്നു. ഓക്കെ, അവിടെ ഒരു +1 കിട്ടുന്നു. മിഥുന രാശി, മിഥുന ലഗ്നമായ മിഥുന രാശി ആയതുകൊണ്ട് ശിഖി, സർപ്പം, ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ, ശുക്രൻ ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു മിഥുന രാശിക്ക്. അതേസമയം വ്യാഴവും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അവിടെ അദ്ദേഹത്തിന് +4 കിട്ടുന്നു. രണ്ടും കൂടെ ചേർത്ത് രാശിഫലത്തിൽ അന്നത്തെ ദിവസം രാശിഫലത്തിൽ ഞങ്ങൾ ശ്രീ VK പ്രശാന്തിന് +5 മാർക്ക് കൊടുക്കുന്നു. ശ്രീമതി ശ്രീലേഖ, മീനരാശി, ധനു ലഗ്നം. മീനരാശിയുടെ ഫലം വളരെ മോശമാണ്. അതേസമയം ധനു ലഗ്നമായതുകൊണ്ട് ധനുരാശിയുടെ അനുകൂല ഫലം വരുന്നുണ്ട്. രണ്ടും കൂടെ കൂട്ടിക്കലർത്തി വരുമ്പോൾ ഒരു +1 മാർക്ക് നമുക്ക് ശ്രീമതി ശ്രീലേഖയ്ക്ക് കൊടുക്കാം. ശ്രീ K മുരളീധരൻ ഇടവ ലഗ്നമാണ്, വൃശ്ചിക രാശിയുമാണ്. മൊത്തത്തിൽ അനുകൂല പ്രതികൂല ഗ്രഹങ്ങളുടെ ഒരു കണക്കുകൂട്ടലിൽ ഞങ്ങൾ അദ്ദേഹത്തിന് +5 മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ 7 റൗണ്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. ആദ്യം 3-ാം സ്ഥാനത്ത് വരുന്ന ആളിൻ്റെ കാര്യം പറയാം, പിന്നെ 2-ാം സ്ഥാനത്ത്, പിന്നെ മൂന്നാമത് 1-ാം സ്ഥാനം വരുന്ന ജയിക്കാൻ സാധ്യത. അതായത് ജ്യോതിഷപരമായിട്ട്, അതായത് ഈ രാഷ്ട്രീയപരമായിട്ട് 3 പേർക്കും തുല്യ സാധ്യതയാണ് ഞാൻ കാണുന്നത്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ ജ്യോതിഷപരമായിട്ട് ഉള്ള കണക്കിൽ ശ്രീമതി ശ്രീലേഖയ്ക്ക് 6 പോയിൻ്റുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. 2-ാം സ്ഥാനത്ത് വരുന്നത് ശ്രീ VK പ്രശാന്താണ്. അദ്ദേഹത്തിന് 9 പോയിൻ്റുകൾ കിട്ടിയിട്ടുണ്ട് ജ്യോതിഷപരമായിട്ട്. ഓക്കെ, അതേസമയം 17 പോയിൻറ്റുമായിട്ട് ശ്രീ K മുരളീധരൻ മുൻപന്തിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ജ്യോതിഷപരമായിട്ട് ശ്രീ K മുരളീധരന് വട്ടിയൂർക്കാവിൽ ജയിക്കാം എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് വെളിച്ചം ചാനൽ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ട് 3 പേർക്കും തുല്യ സാധ്യതയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം, ശ്രീ K മുരളീധരൻ 17 പോയിൻറ്റുമായിട്ട് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ ജ്യോതിഷപരമായിട്ടുള്ള വിലയിരുത്തലിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രീ K മുരളീധരൻ വിജയിക്കുമെന്നാണ് ഞങ്ങൾ വിശകലനം ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനം. ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 9-ാം തീയതിയാണ്. അന്ന് നമുക്ക് അറിയാൻ പറ്റും. അന്നല്ല, മെയ് 4-ാം തീയതി വോട്ടെണ്ണും കൂടെ അറിയാം. രാഷ്ട്രീയപരമായിട്ട് വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ആര് തിരഞ്ഞെടുത്തു എന്നുള്ളത്. എന്തായാലും ജ്യോതിഷപരമായിട്ട് മുരളീധരനാണ് സാധ്യത കൂടുതൽ. എന്തായാലും വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് ആര് ജയിച്ചാലും നല്ലൊരു ഭരണം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വികസനവും ഒക്കെ വന്ന് രാഷ്ട്രീയപരമായിട്ട് വിജയിക്കുന്നൊരു MLA വട്ടിയൂർക്കാവിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.